എൻ്റെ അറിവില് ഒരു 80-ൽ ഈ സ്ഥലം കടൽ കയറിപ്പോയതാ. ഒരു 8-10 കുടുംബക്കാര് എല്ലാം ഉപേക്ഷിച്ച് കടൽ കയറിപ്പോ എവിടേക്കോ പോയി. പിന്നെ കുറേ കാലം ഈ സ്ഥലം വെറുതെ എങ്ങനെ കിടന്നു. ഒടുവില് കടൽ ഭിത്തി വന്നപ്പോഴാണ് തോമസാറ് പട്ടയൊക്കെ ഉണ്ടാക്കി ഇത് അയാളുടെ സ്വന്തമാക്കിയത്. അതിനു മുമ്പത്തെ ഫ്രെഡിന്ന് റോസ് എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. ഇവിടുന്ന് പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. അന്ന് അവിടെ വന്നിരുന്ന അച്ഛൻ പിന്നെ അധികാലം ഇവിടെ നിന്നില്ല. അച്ഛൻ ഇത് പലരോടും പറഞ്ഞു തുടങ്ങിയപ്പോ തോമസ് സാർ സ്ഥലം മാറ്റിയെന്ന പറച്ചില്. പിന്നെ കപ്പ്യാര് മാറിയിട്ടില്ല, അതേ ആളെന്നെ. ആളെ പോയി കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ സാധിക്കും. അന്ന് ആ വീട്ടിൽ നടന്ന സംഭവത്തിന് ശേഷം അച്ഛൻ രൂപതയിലൊക്കെ ചെന്നിട്ട് ഇതിനൊക്കെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ആ തോമസ് മലയാളി ഇടപെട്ട് അച്ഛൻ്റെ വേഗം ഇവിടുന്ന് സ്ഥലം മാറ്റി. അങ്ങേരിയുടെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് ആ വസ്തു സ്വന്തം പേരിലാക്കിയത്. ചിലപ്പോൾ അതിൻ്റെ പേടിയുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അന്നത്തെ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആരോടെ ഇപ്പോൾ ഒന്ന് ചോദിക്കുക. ആ പീറ്ററേട്ടൻ അന്ന് ശവങ്ങൾ അടക്കിയിരുന്ന സമയത്തുണ്ടായിരുന്ന കപ്പ്യാര. ആൾക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും. തോമസിൻ്റെ വീടിൻ്റെ ഇടത് ഭാഗം, അവിടുത്തെ ഒഴിഞ്ഞിടങ്ങൾ. ആ സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. 70-ൽക്കിടയില. അന്ന് 50-ൻ്റെ ചെറുപ്പം എനിക്ക്. അന്നൊക്കെ എല്ലാവരും ഭയപ്പെട്ടിരുന്നൊരു അസുഖമായിരുന്നു കോളറ. എല്ലായിടത്തും പിടിച്ച പോലെ ഈ നാട്ടിൽ അസുഖം പടർന്നു പിടിച്ചു. അന്നത്തെ അച്ഛൻ ഫാദർ ഫ്രാൻസിസ് ആയിരുന്നു. റോമിലൊക്കെ പോയി പഠിച്ച ഒരാൾ. ഒരുപാട് പേരെ ഒന്നിച്ചടക്കിയതിൻ്റെ അടുത്താണ് നിങ്ങൾ ഈ പറയുന്ന വീട്. അന്ന് ആ ദുരന്തത്തിന് ശേഷം പിന്നെ അവിടെ ആരും അടക്കിയിട്ടില്ല. മരിച്ചവരുടെ കൂട്ടത്തിൽ ഫ്രെഡി ഉണ്ടായിരുന്നോ റോസ് ഉണ്ടായിരുന്നോ എന്ന് ആർക്കറിയാം. കാലം കുറേ ആയില്ലേ. നീ കയറ്.